കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് വീടിന് എന്ത് നിറമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് വൈറ്റ് കളറോ ഐവറി കളറോ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫെങ്ഷുവിൽ പറയുന്നത് ഓരോ ദിക്കിലേക്കും ഫേസ് ചെയ്തിരിക്കുന്ന വീടിന് ഓരോരോ നിറങ്ങൾ ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. ആ നിറങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വൈറ്റ് നിറം ഉപയോഗിക്കാം. പിന്നെ ബോർഡറുകൾ സിൽവറോ ഗോൾഡോ ഒക്കെ കൊടുക്കാം. അപ്പോൾ വൈറ്റ്, സിൽവർ, ഗോൾഡ് എന്നീ നിറങ്ങൾ ഉപയോഗിക്കാം. അപ്പം സിൽവറും ഗോൾഡും സാധാരണ പെയിൻറ്റിങ് ചെയ്യാറില്ല. പിന്നെ ചില ബോർഡറുകളൊക്കെ കൊടുക്കാനായിട്ട് ഈ നിറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അത് അല്ലെങ്കിൽ പിന്നെ ഐവറി കളർ ഉപയോഗിക്കാം. യെല്ലോ, ബ്രൗൺ ഇതൊക്കെ നമുക്ക് ഇതിനകത്തോട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നിറങ്ങൾ കിഴക്ക് ദർശനമുള്ള വീടിന് ഉപയോഗിക്കാം. ഇനി വടക്ക് ദർശനമുള്ളൊരു വീടിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളർ ഉപയോഗിക്കാം, ലൈറ്റ് ഗ്രീൻ കളർ ഉപയോഗിക്കാം. ഇനി തെക്ക് ദർശനമുള്ളൊരു വീടിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കാവുന്നതാണ്, വൈറ്റ് കളറും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കാം, ലൈറ്റ് ഗ്രീൻ ഉപയോഗിക്കാം. അപ്പം ഈ 4 ദിക്കിലേക്കുമുള്ള വീടുകളുടെ നിറങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. ഇനി ചിലർ ചോദിക്കുന്നുണ്ട്, നമ്മളൊരു ബെഡ്റൂം പണിയുന്നുണ്ടോ, അപ്പോൾ ബെഡ്റൂമിനകത്ത് നമുക്കൊരു 2 ഭിത്തിയിൽ 2 നിറങ്ങൾ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഭിത്തിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കളർ കൊടുക്കാം. വെസ്റ്റ് ഭിത്തിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് യെല്ലോ കൊടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കൊടുക്കാം. അപ്പോൾ ഈ 2 നിറങ്ങളും അങ്ങനെ കൊടുക്കാവുന്നതാണ്. അടുത്തത് നിറങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലാണ്. കിച്ചണിൽ ഒരു കാരണവശാലും ഫയറിൻ്റെ നിറങ്ങൾ കിച്ചണിൽ നല്ലതല്ല. ഫയറിൻ്റെ നിറങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് റെഡാണ്. അപ്പോൾ റെഡ് കളേഴ്സ് കിച്ചണിൽ നല്ലതല്ല. ഇപ്പോൾ ചെറിയൊരു ഇത് കണ്ടിട്ട് സാർ ഇത് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. ഒരു പൊതുവേ ഉള്ളൊരു മിനിമം ഈ ഒരു നിറം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 4 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ റെഡ് കളറ് പരമാവധി കിച്ചൻ്റെ കബോർഡ് ചെയ്യുന്നതായാലും അതിൻ്റെ ടൈല് ചെയ്യുന്നതായാലും അപ്പം ആ ഒരു റെഡ് കളർ പരമാവധി ഒഴിവാക്കണം. റെഡ് കളർ കിച്ചണിൽ ചെയ്യുന്നത് അഗ്നിബാധ ഉണ്ടാകുമെന്ന് ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെഡ് കളർ ഒഴിവാക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നമ്മൾ പൊതുവേ ബ്ലൂ കളർ കൊടുക്കുന്നത് സ്വീകരണമുറിയുടെ വടക്കായാലും തൊഴിൽപരമായിട്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ തരാനായിട്ട് ബ്ലൂ കളർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ നിറങ്ങളും അതിൻ്റെ അതാത് ദിക്കുകളിൽ കൊടുത്ത് നിങ്ങളുടെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. ഇത് 5 എലമെൻറ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്. അപ്പം ഇത് എല്ലാവരും ഓരോന്ന് വാങ്ങിച്ച് നിങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഇത് ഗുണപ്രദമായിട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുവിൽ 9 നക്ഷത്രങ്ങളാണ്. അത് 8 ദിക്കിലും ഒരു ബ്രഹ്മസ്ഥാനത്തുമായിട്ട് വർഷാവർഷം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. 2023 നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് വായുകോണിൽ വരുന്ന നക്ഷത്രം 5 ആണ്. 5 എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ഉണ്ടാക്കുന്ന നക്ഷത്രമാണ്. ഇവിടെ ബെഡ്റൂം ഉള്ളവർക്കോ ഇവിടെ പ്രധാന ഡോർ ഉള്ളവർക്കോ ഇത്തരത്തിലുള്ള ഒരു 5 എലമെൻറ്റ് പഗോഡ ഇതിൻ്റെ മുകൾ വശം ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ദിക്കുന്ന് മണ്ണെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് അടച്ച് ആ ഭാഗത്ത് സൂക്ഷിക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ വീര്യം, അതായത് അതിൻ്റെ എനർജി കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് ടോട്ടൽ ലോസാണ്. അടുത്ത വർഷം ഇത് മറ്റൊരു ഡയറക്ഷനിലോട്ട് പോകും. ഈ മണ്ണ് കളഞ്ഞിട്ട് ആ ഭാഗത്തു നിന്ന് മണ്ണെടുത്ത് ആ ദിക്കിൽ സൂക്ഷിക്കാവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വർഷാവർഷം ഈ 5 ഓരോ ദിക്കിലും വരും. അതിൻ്റെ ദോഷം നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കാം. അടുത്തത് വീട്ടിലൊരു സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ സമാധാനം കിട്ടാനായിട്ട് ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു സ്വീകരണമുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ തടയാൻ നമുക്ക് ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്ചു മെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കാം. ഇത് നമുക്ക് നമ്മുടെ വാഹനത്തിലൊക്കെ വയ്ക്കാവുന്നതാണ്. ഇത്രയും വലുതല്ല, ചെറുത് വാങ്ങിച്ച് വയ്ക്കാവുന്നതാണ്. പേര്, പ്രശസ്തി, വിജയം ഒക്കെ കിട്ടാനായിട്ട് ഒരു വിക്ടറി ഹോഴ്സ് വാങ്ങിച്ച് സ്വീകരണമുറിയുടെ സൗത്തിൽ വയ്ക്കാം. ഡ്രാഗൺ ടോർട്ടോയ്സിൻ്റെ ഹെഡും ടോർട്ടോയുടെ ബോഡിയും അതിൻ്റെ മുകളിൽ ലാഫിൻ ബുദ്ധ ഇരിക്കുന്നതായിട്ടുള്ള സ്റ്റാച്ചു നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നിങ്ങളുടെ സ്വീകരണമുറിയുടെ വടക്ക് വശത്ത് തൊഴിലും തെക്ക് കിഴക്ക് സമ്പത്തും തരും. അടുത്തത് നമുക്ക് ട്രാവലിംഗ് ബുദ്ധയാണ്. ഇപ്പം പലതരത്തിലുള്ള ബുദ്ധകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം തരുന്നൊരു ബുദ്ധ എന്ന് പറയുന്ന ഈ ട്രാവലിംഗ് ബുദ്ധയാണ്. ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പ്രധാന ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ട്രാവലിംഗ് ബുദ്ധയെ വെക്കാവുന്നതാണ്. വീടിൻ്റെ സ്വീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അരോന മത്സ്യത്തെ വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാൻ അരോന മത്സ്യത്തിന് കഴിയും. അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് ഇൻഗോട്ടിൻ്റെ സ്റ്റാച്ചു സൂക്ഷിക്കാവുന്നതാണ്.
നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ട് ചൈനീസ് കോയിൻസ് നമുക്ക് നമ്മുടെ പേഴ്സിലോ മേശയിലോ സൂക്ഷിക്കാവുന്നതാണ്. ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ജേഡ് എന്ന് പറയുന്ന മാലയോ ബ്രേസ്ലെറ്റോ നമുക്ക് ധരിക്കാവുന്നതാണ്. ഗ്രീൻ ജേഡിൻ്റെ മാലയോ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്ന, ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെങ്ഷുയുടെ ടൂൾസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. ഫെങ്ഷു എന്ന് പറയുന്ന സയൻസ് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ, വാസ്തു നിങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.